ഹലോ ഗൈസ്, ഞാൻ കുറച്ച് വർക്കിലാണ് കേട്ടോ. വർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും പണിക്ക് ഒരു കുറവുമില്ല ഗൈസ്, നല്ല പണിയുണ്ട്. പിന്നെ ഞാൻ റൂം മാറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് റൂം കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ കുറച്ച് നാളും കൂടിയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തു അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ റൂം വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ റൂംമേറ്റ് നമ്മൾ കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കുഴപ്പക്കാരനാണെങ്കിലും നമുക്ക് ഡീല് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ല മഴയാണ് ഗൈസ്. ആദിത്യൻ ഒന്ന് വരുമോ? ലുക്കാതെ മാറിയല്ലോ. അത് താടിയൊക്കെ എടുത്തു. തമിഴിലൊരു പടം ഉണ്ടായിരുന്നു. തമിഴിലോ? കൊള്ളാലോ. എന്നിട്ട് റോൾ എന്താ? റോള് ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്. അപ്പോ താടിയൊക്കെ എടുത്ത് മീശയൊക്കെ ട്രിം ചെയ്ത് ഒരു ഗ്ലാസ് കൂടെ ഉണ്ടായിരുന്നു. ആക്ച്വലി താങ്ക് യു. കഥ എന്ന് വെച്ച് കഴിഞ്ഞാ ഇത് ബേസിക്കലി ഒരു മെഡിക്കൽ കോളേജിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഫിലിമാണ്. അപ്പോ ഞങ്ങളുടെ കോളേജിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് ഭയങ്കര പ്രശ്നക്കാരാ. ഗുണ്ടായിസം, അധിക ഫീസ്, കുട്ടികളെ ചൂഷണം ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പൊ ഇതെനിക്ക് തുടക്കം തൊട്ടേ അറിയും, പക്ഷെ ഞാൻ മിണ്ടില്ല. അതുവരെ ഞാൻ സ്ക്രീനിലില്ല. പിന്നെ നായകൻ ഒരു പോയിന്റിൽ വരും. നായകൻ വരുമ്പോ നായകന് ഒരു ഡൗട്ട് ഉണ്ട്, ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഒരു പെൺകുട്ടി 6ാമത്തെ നിലയിൽ നിന്ന് താഴെ ചാടി സൂസൈഡ് ചെയ്യും. അതോടെ വിഷയാവും. അവിടുത്തെ പോലീസും നാട്ടുകാരും മീഡിയസും എല്ലാരും വന്ന് നിൽക്കും. അപ്പം നായകൻ ചോദിക്കും, ഇതൊക്കെല്ലാം കാരണം இந்த മാനേജ്മെന്റ് താനെ. അത് കേൾക്കുമ്പോ എന്റെ രോമം അങ്ങോട്ട് എഴുന്നേക്കും. ഞാൻ പറയും ആമാ ആമാ. കേൾക്കാൻ രസമൊക്കെ ഉണ്ട്. ഇതോടുകൂടി കരിയറൊക്കെ സെറ്റ് ആവും അല്ലേ? ഒരു പടം മതിയല്ലോ. അങ്ങനെ ആവോന്നറിയില്ല. എന്നുവെച്ചാ ഞാനിങ്ങനെ ആമ പറയുമ്പോ എൻ്റെ കൂടെ വേറെ 500 സ്റ്റുഡൻസ് കൂടെ ആമ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ എന്നെ ശ്രദ്ധിക്കപ്പെടുമോന്നറിയില്ല. പക്ഷെ നല്ലൊരു റോളായിരുന്നു, ഒരു മൊത്തത്തിലൊരു ഗെറ്റപ്പ് ചേഞ്ച് റോളായിരുന്നു. ഇനിയിപ്പോ ഞാൻ എന്താ വിളിച്ചെന്ന് വെച്ചാല്, ഒരു മിനിറ്റ്. വർക്കിലാണോ? വർക്കിലായിരുന്നു. എന്താന്ന് വെച്ചാ ഒരു മിനിറ്റ്. ഞാൻ എന്തായാലും കുറച്ച് നാളും കൂടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് റൂംമേറ്റ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാന്ന് ഞാൻ വിചാരിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് വേണം, എസ്പെഷ്യലി റൂംമേറ്റ്സ് ഒക്കെ ആവുമ്പോ ഉറപ്പായിട്ടും അണ്ടർസ്റ്റാൻഡിങ് വേണം. അതെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര പൊടിയും ഒക്കെ മൊത്തം അലമ്പായിരുന്നു. അതിവിടെ മെട്രോന്റെ പണി നടക്കണോണ്ടാ. അതിപ്പോ ഗൈസ് ഞാൻ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് റൂമിനകത്തെ പൊടിയും മാറാലും അതൊക്കെയാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. എനിക്ക് വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിയൊക്കെ പോവും. ഓക്കെ, ഞാനിപ്പോ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത തവണ ആദ്യം ക്ലീൻ ചെയ്യാം. അത് കഴിയുമ്പോൾ വീണ്ടും ഞാൻ തന്നെ ക്ലീൻ ചെയ്യും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഫുഡ് കൊണ്ടുവന്ന ഈ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇടാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇടുകയാണെങ്കിൽ, അതൊന്ന് വൃത്തിയാക്കിയിട്ട് ഇടുകയാണെങ്കിൽ അതും നന്നായിട്ടിരിക്കും എന്ന് എനിക്ക് തോന്നി. അതെന്താ ആക്ച്വലി ഇവിടെ
ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും പുറത്ത് കളയാൻ പറ്റില്ല ഗൈസ്. ആ, കൊച്ചിയിൽ അല്ല, അങ്ങനെയാണ്. അത് നമ്മളൊന്ന് പ്രോപ്പറായിട്ട് വാഷ് ചെയ്താൽ മതി. പ്രോപ്പറായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മളൊന്ന് കളയുവാണെങ്കിൽ അതെടുക്കും, ആൾക്കാരെടുക്കും. നമ്മുടെ നെയ്ബറൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമുക്കും ഇനി അങ്ങനെ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് ഇതിനെ പറ്റി കൂടുതൽ അങ്ങോട്ട് കുഴപ്പമില്ല, അന്വേഷിച്ചില്ല. ഓക്കെ നമുക്ക് ഇനി അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ വാഷ്റൂമിന്റെ കാര്യം ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. അത് വാഷ്റൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ആക്ച്വലി ഈ പെൺകുട്ടികള് വാഷ്റൂമില് മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു ഡിസ്കസ്റ്റിംഗ് ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അല്ല, ചെയ്തു എന്നല്ല, പക്ഷെ ഫ്യൂച്ചറിൽ ഇനി എങ്ങനെ ചെയ്യാന്നത് എനിക്ക് എന്തോ ഒരു ഓക്കെ. പിന്നെ എനിക്ക് എൻ്റെ സാധനങ്ങളൊന്നും അങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല ആദിത്യ. ഞാൻ ചുമ്മാ ഓക്കെ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സാധനങ്ങളോട് കുറച്ച് ഒബ്സഷൻ ഉണ്ട്. ഇപ്പോൾ ഈ കപ്പാണെങ്കിലും ഇതൊന്നും എനിക്ക് ആരും എടുക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ സാധനങ്ങൾ കുറച്ച് ഒബ്സഷൻ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ അങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഈ കഴുകിയ തുണി, അതുപോലെ തന്നെ ഈ കഴുകാത്ത തുണി, അതെല്ലാം കൂടി ഇതെൻ്റെ അല്ലേ? അത് ബാത്റൂമിൽ കണ്ടപ്പോ ആക്ച്വലി എൻ്റെ സെയിം കളറാ, അതാ എൻ്റെയും സെയിം കളറാ. അതോ